CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെള്ളാങ്ങല്ലൂർ സ്വദേശി 22 വയസ്സുള്ള റിസാലാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് സാരമായ പരിക്കോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ലഭിച്ച വീട് ഉപയോഗിച്ച് വ്യാജരേഖയുണ്ടാക്കി ആനുകൂല്യങ്ങൾ തട്ടാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി CPM രംഗത്ത്. ആരോപണം കോൺഗ്രസ് നിയോജക മണ്ഡലം നേതാവ് കൂടിയായ NK കബീറിനെതിരെ. 10 ദിവസങ്ങളിലായി നടക്കുന്ന കടവല്ലൂർ അന്യൂന്യത്തിന് ഒരുക്കങ്ങളായി. വേദപണ്ഡിതർ മാറ്റുരയ്ക്കുന്ന ഋഗ്വേദ പരീക്ഷയായ കടവല്ലൂർ അന്യൂന്യം നവംബർ 16 ആരംഭിക്കും. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. അടഞ്ഞുകിടക്കുന്ന വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഹരിദാസ് നഗറിൽ ചിറ്റിലേടത്ത് സതീഷ് കുമാറിനാണ് കടിയേറ്റത്. ചാവക്കാട് മുല്ലത്തറ വോൾഗ റോഡിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് പൊളിച്ചതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. യാതൊരു മുന്നറിയിപ്പും നൽകാതെ റോഡ് പൊളിച്ചതോടെ വഴിയും വെള്ളവും തടസ്സപ്പെട്ടെന്നാരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാനപാത ചാലിശ്ശേരി പട്ടാമ്പി പാതയുടെ നവീകരണം തുടങ്ങി. മന്ത്രി MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 63.79 കോടി രൂപയാണ് പാതയുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചത്. പഞ്ചാബിലെ ലുധിയാനയിൽ ചേർന്ന DYFI രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത KF ഡേവിസിനെ DYFI മറ്റമേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 11 വാർഡിലെ മൂന്നുട്ടി മുസ്ലിയാർ സ്മാരക അങ്കണവാടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്തിലെ തലക്കോട്ടുകര നായരങ്ങാടി സെന്ററിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നടത്തി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺഹാളിൽ രാവിലെ 10 ആരംഭിക്കുന്ന സമ്മേളനം മുൻ DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും നടന്നു. ചാവക്കാട് നഗരസഭയിലെ CPM ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്രയ്ക്ക് തുടക്കമായി. ചൂണ്ടൽ പഞ്ചായത്ത് 17 വാർഡിൽ സെന്റ് ജോസഫ് ആശുപത്രിക്ക് പിറകിൽ സ്ഥിതി ചെയ്യുന്ന ചൂണ്ടൽ ആശുപത്രി ചിറയുടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ രാമപുരം വാർഡിൽ മിഴിയോരം റോഡിൽ തെരുവുവിളക്കുകൾ സ്ഥാപിച്ചു. മറ്റം ഇടവകയിലെ കിഴക്കേ പന്നിശ്ശേരി കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. CPM ഗുരുവായൂർ പാലുവായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസിൽ രക്തസാക്ഷി അനുസ്മരണം നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിൽ ആദ്യഘട്ടം പൂർത്തീകരിച്ച മത്തനങ്ങാടി എരനല്ലൂർ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.